بسم الله الرحمن الرحيم إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കുള്ള ചരിത്രപ്രസിദ്ധമായ യാത്ര ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖിബലയായ ഖുദ്സിനെ കൂടുതൽ ഓർത്ത ഒരു മാസമായിരുന്നു റജബ് മാസമെന്ന് പറയുന്നത്. വളരെ യാദൃച്ഛികമെന്നോണം അള്ളാഹുവിൻ്റെ കൃത്യമായ തീരുമാനമെന്ന നിലയ്ക്ക് ആ മാസത്തിൽ തന്നെയാണ് ഗസയുടെയും ഹമാസിൻ്റെയും വിജയം ആഘോഷിക്കുന്ന വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഖുദ്സ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നമ്മൾ ഖുദ്സിൻ്റെയും അതിൻ്റെ സമര പോരാളികളുടെയും ചരിത്രപരമായ തൂഫാനുൽ അഖ്സയുടെ വാർത്തകൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഖുദ്സിൻ്റെ മോചനവും ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യവും ലക്ഷ്യമാക്കി ഹമാസ് നടത്തി വന്ന ചരിത്രത്തിലെ നാഴികക്കല്ലായി യഥാർത്ഥത്തിൽ തൂഫാനുൽ അഖ്സ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. തൂഫാൻ എന്നാൽ തടുത്തു നിർത്താൻ കഴിയാത്ത ആവേശപ്പോരിന് അറബിയിൽ തൂഫാൻ, മലവെള്ളപ്പാച്ചിൽ എന്ന വലിയ അർത്ഥതലങ്ങളുള്ള ഒരു പേരാണ് അവരുടെ പോരാട്ടത്തിന് അവരിട്ടത്. അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൻ്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിച്ച് സർവ ആസൂത്രണ വൈഭവത്തോടുകൂടി നടത്തിയ ഒരു ഓപ്പറേഷൻ എന്ന് തീർച്ചയായിട്ടും അതിനെ വിലയിരുത്താൻ കഴിയും. നമുക്കറിയാം, ചരിത്രത്തിൽ ഏറെ അപൂർവതയുള്ള നാടാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. രണ്ടായിരത്തി 14 മരണപ്പെട്ടുപോയ പ്രശസ്ത ചിന്തകൻ, 2016 അന്തരിച്ച പ്രമുഖ ഈജിപ്ഷ്യൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ, അദ്ദേഹം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞത്, ചരിത്രത്തിലേറെ അപൂർവതയുള്ള നാടാണ് ഇസ്രായേൽ. ഒരൊറ്റ വലിയ പരാജയമുണ്ടായാൽ മതി, ആ പരാജയം താങ്ങാൻ അതിന് കഴിയില്ല. പ്രഹരിക്കാനും ചുറ്റുമുള്ളവരെ ഭയപ്പെടുത്തി ആളുകളെ എന്നും ഭീതിയുടെ മുൾമുനയിൽ നിർത്താനുള്ള അതിൻ്റെ ശേഷി നഷ്ടപ്പെട്ടാൽ സയണിസ്റ്റ് പദ്ധതിയുടെ അന്ത്യമായി എന്ന് മനസ്സിലാക്കാം എന്ന് വിലയിരുത്തിയത് ഹസനൈൻ ഹൈക്കൽ എന്ന് പറയുന്ന പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമാണ്. ഒരുപക്ഷെ തൂഫാനുൽ അഖ്സയുടെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ അറബ് പത്രമാധ്യമങ്ങളിലെ ഒരു ആപ്തവാക്യം പോലെ ഇടയ്ക്കിടെ പത്രക്കോളങ്ങളിൽ എഴുതപ്പെട്ട, അറബിക്കോളങ്ങളിൽ എഴുതപ്പെട്ട വാക്കുകളിലൊന്ന് ഹുസൈൻ ഹൈക്കലിൻ്റെ ഈ വർത്തമാനമായിരുന്നു. ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹമാസുമായി ഉണ്ടാക്കിയ ഈ അവസാനം അവർ യുദ്ധം നിർത്തുക എന്ന അർത്ഥത്തിലേക്ക് തന്നെ എത്തിയ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹമല്ല ഇസ്രായേലിൻ്റെ പരാജയമെന്ന് വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഇസ്രായേൽ മാധ്യമങ്ങളടക്കം
ഇത് ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ പരാജയമാണ് എന്ന് അവർ തന്നെ വിലയിരുത്തുന്നുണ്ട്. അള്ളാഹു നിന്നെ സഹായിക്കുന്നുവെങ്കിൽ, ഇൻ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു തആല നിന്നെ സഹായിക്കുന്നുവെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങൾ അതിജയിക്കാൻ ഒരു ശക്തിയുമില്ല. അള്ളാഹുവിൻ്റെ സഹായം കൂട്ടിനുള്ള ഒരു ഉമ്മത്തിനെ പടച്ചവൻ അങ്ങനെ പരാജയപ്പെടുത്തില്ല. വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി, ഏതെങ്കിലും ഒരു ജനതയെ പരാജയപ്പെടുത്താൻ, നിന്ദ്യരാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവരെ രക്ഷപ്പെടുത്താനും ഒരാൾക്കും കഴിയില്ല. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ കരാറിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോഴും ഇസ്രയേലിൻ്റെയും പാശ്ചാത്യ ശക്തികളുടെയും ആയുധ ഭദ്രതയ്ക്ക് മുന്നിൽ, സാമ്പത്തികമായ സുഭദ്രതയ്ക്ക് മുന്നിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ യഥാർത്ഥത്തിൽ ഗസക്കാർക്കും ഫലസ്തീനുകൾക്കും തുണയായത് അവരുടെ പടച്ചവനുള്ള വിശ്വാസമാണ് എന്ന് അവരുടെ കമാൻഡറുടെ പ്രസംഗങ്ങളിൽ നിന്ന്, ഖുത്ബകളിൽ നിന്ന് അത് ശ്രദ്ധിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നതാണ്. പ്രപഞ്ചനാഥനായ അള്ളാഹു തങ്ങളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസം. ഇങ്ങനെയൊരു മഹാത്ഭുതം സംഭവിച്ചത് ഗസക്കാരുടെ ദൃഢനിശ്ചയം, അവരുടെ വിശ്വാസത്തിൻ്റെ ഊർജം കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെടുന്നു എന്ന് പ്രസ്താവന ഇറക്കാൻ മാത്രം ജൂതന്മാർക്ക് പ്രചോദനം നൽകിയത് അവരുടെ വിശ്വാസവും പടച്ചവനുള്ള തവക്കുലുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു ആരെ വിജയിപ്പിക്കണമെന്ന് തീരുമാനിച്ചോ അവനവരെ വിജയിപ്പിക്കുകയും അത് നമ്മുടെയൊക്കെ കണക്കുകൂട്ടലിൻ്റെയും അപ്പുറത്തേക്കുള്ള വിജയം അള്ളാഹു തആല നൽകുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. ഒരാളെ സഹായിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ, ഒരാളെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാൽ, ഒരാൾ വിജയിക്കണമെന്ന് നിശ്ചയിച്ചാൽ പിന്നെ അയാളെ പരാജയപ്പെടുത്താനോ അതിജയിക്കാനോ ആ ജനതയെ ഉന്മൂലനം ചെയ്യാനോ ഒരാൾക്കും കഴിയില്ല എന്ന ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹമാസിനെയും ഗസയുടെയും പോരാട്ട വീര്യത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയണം. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ പരമപ്രധാനമായ നിദാനം എന്ന് പറയുന്നത്, അല്ലേ വിശ്വാസികളെ, നിങ്ങൾ എത്രമേൽ അള്ളാഹുവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അള്ളാഹുവിനെ നിങ്ങൾ എത്ര ആശ്രയിക്കുന്നു എന്നതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതിൽ അള്ളാഹുവിൽ നിങ്ങൾ എത്ര ആസ്പദിച്ചിരിക്കുന്നു എന്ന പരിഗണനയിലാണ് നിങ്ങളുടെ വിജയപരാജയങ്ങൾ. 470 ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന അതിരൂക്ഷമായ ഗസയിലെ യുദ്ധം, നമുക്ക് പത്രഭാഷ്യങ്ങളും ഇതിന് മധ്യസ്ഥത നിന്ന ആ ചർച്ചയും അതിലെ വസ്തുതകളൊക്കെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ താൽക്കാലികമായി ആ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. 470 ദിവസത്തിലധികമായുള്ള ആ യുദ്ധ ദിവസങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വളരെ ചെറിയൊരു പ്രദേശത്ത്, അധിക ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത്, ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ലോകത്തിന് സങ്കല്പിക്കാൻ കഴിയാത്ത വലിയ നാശനഷ്ടങ്ങൾ ആ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ലോകത്ത് നാശനഷ്ടങ്ങളുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളുമൊക്കെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മരണസംഖ്യ ഒരുപക്ഷെ ഗസയിലേക്കാൾ അധികരിച്ച എത്രയോ യുദ്ധങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ നാശനഷ്ടങ്ങൾ ഇത്രയധികം സംഭവിച്ച ഒരു സംഘർഷം, ഒരു യുദ്ധം നമ്മുടെയൊക്കെ അറിവിലും വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്രയേലിൻ്റെ ഭീകര താണ്ഡവത്തിന് ശേഷമുള്ള ഗസയുടെ 70% മനുഷ്യവാസത്തിന് യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഏകദേശം 60% കെട്ടിടങ്ങൾ നശിപ്പിക്കപ്പെട്ടു. 90% പാർപ്പിടങ്ങൾ പൂർണ്ണമായും നശിക്കുകയോ വസിക്കാൻ യോഗ്യമല്ലാത്ത വിധം അത് ഭാഗികമായി നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. 80% വാണിജ്യ സ്ഥാപനങ്ങൾ തകർന്നുപോയി എന്നതാണ് അവിടുത്തെ കണക്ക്.
88% വിദ്യാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. 50%-ലേറെ ആശുപത്രികൾ അവിടെ പ്രവർത്തനയോഗ്യമല്ലാതായി. 68% കൃഷിഭൂമി നശിപ്പിക്കപ്പെട്ട ഒരു പ്രദേശം, ഒരു രാജ്യം. 65% റോഡുകൾ ഗതാഗതയോഗ്യമല്ലാത്ത അവസ്ഥ. 10-15 മാസത്തിലേറെയായി തുടരുന്ന നിഷ്ഠൂരമായ ബോംബിങ്ങിൽ തകർന്നു വീണ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ 4,20,00,000 ടൺ വരുമെന്നും അവ പൂർണ്ണമായി നീക്കാൻ 10 വർഷമെങ്കിലും വേണ്ടിവരും എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ അവർ പുറത്തുവിടുന്ന ഏകദേശ നിഗമനത്തിലുള്ള കണക്ക് എന്ന് പറയുന്നത്. 60,000-ത്തിലും മനുഷ്യർ, 45,000-ത്തിലധികം മനുഷ്യരാണെന്ന് ഔദ്യോഗിക കണക്ക്. ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 10,000-കണക്കിന് മനുഷ്യരുണ്ട് എന്ന് ഫലസ്തീനിയൻ അൽ ജസീറ പോലെയുള്ള ചാനലുകൾ ഒക്കെ പുറത്തുവിടുന്ന വിശദാംശങ്ങൾ വേറെയും. ചരിത്രം ഇതുവരെ ദർശിക്കാത്ത, നമ്മളൊക്കെ ജനിച്ചതിന് ശേഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത വലിയ നാശനഷ്ടങ്ങളുടെ കണക്കാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭീകര താണ്ഡവത്തിന് ശേഷമുള്ള ഗസയുടെ ചുറ്റുപാട് എന്ന് പറയുന്നത്. എത്രയധികം ബോംബുകളാണ് ആ നാട്ടിൽ വർഷിക്കപ്പെട്ടത്. 6 വയസ്സും 5 വയസ്സും നവജാത ശിശുക്കളുടെ മേൽ ബോംബ് വർഷം നടത്തിക്കൊണ്ട് ആ രാജ്യം നടത്തിയ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ ഒരുപക്ഷെ ഇനി ഒരിക്കലും ഈ ജനത ഉയർത്തെഴുന്നേൽക്കുകയില്ല എന്ന തലത്തിലുള്ള ചർച്ചകൾ പോലും ലോകമാധ്യമങ്ങൾ വളരെ കൃത്യമായി അവർ വിലയിരുത്തുകയുണ്ടായി. ഒക്ടോബർ 7-ന് കനത്ത നഷ്ടം നേരിട്ട ഇസ്രയേൽ, ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ അവസ്ഥ പരിശോധിച്ചാൽ ഒക്ടോബർ 7-ന് മുമ്പുണ്ടായിരുന്ന ഇസ്രയേലിൻ്റെ സാഹചര്യമല്ല അവരുടെ ശക്തിയിൽ ഇപ്പോൾ ഉള്ളത് എന്ന് നമുക്ക് കൃത്യമായി ഇസ്രയേലിനെ വിലയിരുത്തിയാൽ കാണാൻ കഴിയും. ഗസയുടെ 3/4 ഭാഗവും അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ലോകം അതിൻ്റെ പുനർനിർമ്മാണത്തിന് സജ്ജമാണ്. ഗസയുടെ നിയന്ത്രണം എത്രമേൽ ആവേശത്തോടു കൂടിയാണ് ഹമാസ് ഏറ്റെടുത്തത് എന്ന് കാണാൻ കഴിയും. തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ തങ്ങളുടെ പഴയ വീടുകൾ, തങ്ങളുടെ പാർപ്പിടങ്ങൾ തേടി അന്വേഷിച്ചു പോകുന്ന ഗസയിലെ ധീരന്മാരായിട്ടുള്ള കുട്ടികളെയും അവിടുത്തെ കുടുംബ സംവിധാനങ്ങളെയും നമുക്ക് കാണാൻ കഴിയും. നിമിഷങ്ങൾ കൊണ്ടാണ് അവർക്ക് നമസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള മസ്ജിദുകൾ കെട്ടിപ്പടുക്കുന്നത്. 24 മണിക്കൂർ കൊണ്ട് തങ്ങളുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് അവിടെ വാസയോഗ്യമാക്കാൻ മാത്രം എന്തു വലിയ ദൃഢനിശ്ചയമായിരിക്കും, വിശ്വാസദാർഢ്യതയായിരിക്കും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ഒന്ന് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ്. ഒരുപക്ഷെ ഗസയ്ക്കായിരുന്നില്ല പ്രതിസന്ധി, അവരുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ ദാർഢ്യത കുറയുകയായിരുന്നില്ല, മറിച്ച് കൂടുകയായിരുന്നു, വർദ്ധിത വീര്യത്തോടുകൂടി അധികരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ ഇസ്രയേലിനെ വിറല് പിടിപ്പിച്ച ഒരു സംഭവം. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇസ്രയേൽ നാണം കെട്ടുപോയ ഒരു സംഭവമായി തൂഫാനുൽ അഖ്സ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഞങ്ങളുടേതാണ് എന്ന് ഹുങ്ക് പറയുകയും എന്നാൽ അതീവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പോലും ബന്ദികളെ എവിടെയാണ് തങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയാതെ സ്തബ്ധരായിപ്പോയി നിന്ന ഇസ്രയേൽ ഭരണകൂടം. യഥാർത്ഥത്തിൽ വലിയൊരു പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു തൂഫാനുൽ അഖ്സ എന്ന് നമുക്ക് കാണാം. തൂഫാനുൽ അഖ്സയ്ക്ക് ശേഷം ഇസ്രയേൽ ഹമാസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിന് തുടക്കമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ, ആ സന്ദർഭത്തിൽ അവരുടെ പ്രഖ്യാപനം ഇസ്രയേലിനെ ഞങ്ങൾ ഒരു മരുപ്പറമ്പാക്കി മാറ്റും എന്നതാണ്. ഗസ ആൾതാമസമില്ലാത്ത ഒരു മരുപ്പറമ്പായി മാറ്റും, അതിനുള്ള കെൽപ്പും സാങ്കേതിക വിദ്യയും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഹുങ്ക് പറഞ്ഞ ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഹമാസ് ഒളിപ്പിച്ചു വെച്ച ബന്ദികളെപ്പോലും കണ്ടുപിടിക്കാൻ മാത്രം അശക്തരായിരുന്നു, പിടിക്കാതിരിക്കാൻ മാത്രം അശക്തരായിരുന്നു എന്ന് നമുക്ക് ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും.
ഇസ്രായേൽ പറയുന്നത് ഹമാസിൻ്റെ നേതാക്കളെ ഞങ്ങൾ വധിച്ചിട്ടുണ്ട് എന്നാണ്. ഇസ്രായേലിൻ്റെ വിജയം കുറേ ആളുകളെ കൊന്നൊടുക്കി എന്നതാണ് എങ്കിൽ ഷഹാദത്തിലൂടെ 10,000-കണക്കിന് പോരാളികൾ ജന്മമെടുക്കുകയാണ് ചെയ്തത് എന്ന് കഴിഞ്ഞയാഴ്ച 5 ദിവസം മുമ്പ് അബൂ ഉബൈദയുടെ പ്രഭാഷണം കേട്ടവർക്കറിയാം. അദ്ദേഹം ഓതിവെച്ച ആയത്ത് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖളാ നഹ്ബഹു വമിൻഹും മൻ യൻതളിർ വമാ ബദ്ദലൂ തബ്ദീല. നിലപാടിൽ ഒരു ഭയാശങ്കകളുമില്ലാത്ത, നിലപാടിൻ്റെ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവുമില്ലാത്ത, വൈമനസ്യവുമില്ലാത്ത ചില ആണുങ്ങളെ സൃഷ്ടിക്കാൻ യഥാർത്ഥത്തിൽ ഗസയിലെ പോരാളികൾക്ക് സാധിച്ചു എന്ന് അദ്ദേഹം ഈ ആയത്തോതിക്കൊണ്ട് അദ്ദേഹം അതിന് വിശദീകരിക്കുന്നുണ്ട്. ഇസ്മായിൽ ഹനിയെ ഞങ്ങൾ വധിച്ചു, യഹിയ സിൻവാറിനെ ഞങ്ങൾ അയാളുടെ വീട്ടിൽ വെച്ച് വധിച്ചു, സാലിഹ് അറൂരിയെ ഞങ്ങൾ വധിച്ചു, അവസാനമായി ഇതാ മുഹമ്മദ് ലൈഫിനെയും വകവരുത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിൻ്റെ വിവരവും ഹമാസ് ഇന്നലെ പുറത്തുവിട്ടിരിക്കുകയാണ്. നേതാക്കളുടെ ഷഹാദത്ത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ആദ്യ സംഭവമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എത്രയോ പ്രവാചകന്മാർ, എത്രയോ ഖലീഫമാർ, മുജദ്ദിദുകൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിലെ വിശ്വാസദാർഢ്യത കൊണ്ട് ചരിത്രത്തിൽ സധൈര്യം അക്രമികളായ ഭരണാധികാരികൾക്കെതിരെ നിലകൊണ്ട എത്രയോ നേതാക്കൾ രക്തസാക്ഷിത്വം വരിച്ച ചരിത്രം മുസ്ലിം ഉമ്മത്തിന് അഭിമാനസ്തംഭമായിട്ടുണ്ട്. പ്രവാചകന്മാർ വധിച്ചതിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നല്ലദീന യക്ഫുറൂന ബിആയാത്തില്ലാഹി വയഖ്തുലൂന അന്നബിയ്യീന ബിഗൈരി ഹഖ്ഖിൻ വയഖ്തുലൂന അല്ലദീന യഅ്മുറൂന ബിൽ ഖിസ്തി മിനന്നാസ്. ജനങ്ങളോട് നീതി സ്ഥാപിക്കാൻ വന്ന പ്രവാചകന്മാരെ വധിച്ചു കളഞ്ഞ ആളുകൾ എന്ന് വിശുദ്ധമായ ഖുർആൻ അവരെ പരാമർശിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പീഡനങ്ങളുടെ മാരക പർവ്വങ്ങൾ തങ്ങളുടെ ശരീരത്തിൽ വന്ന് ശത്രുക്കൾ അവരുടെ ശരീരത്തെ മാരകമായി പീഡിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്റെ അടുക്കൽ വന്ന സഹാബാക്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതി പറയുന്നുണ്ട്. ഖബ്ബാബ് റളിയല്ലാഹു തന്നെ ആ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. ശഖൗന ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫീ ളിൽ കഅബ. പ്രവാചകൻ കഅബയുടെ തണലിൽ, കഅബയുടെ ചാരെ അവിടുന്ന് തലയണ വെച്ചുകൊണ്ട് ഈന്തപ്പനയോല തനയലയാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയുടെ ചാര വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ പ്രവാചകൻ്റെ അടുക്കലെത്തി. പ്രവാചകനോട് ഞങ്ങൾക്ക് പറയാനുണ്ടായിരുന്ന ആവശ്യം അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ. പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കുന്നില്ലേ? താങ്കൾ പ്രാർത്ഥിക്കുന്നില്ല നബിയെ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുത്തൊന്നും പറയാതെ ഒരു വർത്തമാനം ഖബ്ബാബ് റളിയല്ലാഹു തആല പറഞ്ഞുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഫഖദ് കാന ഖബ്ലകും യുഖദുർ റജുൽ ഫയുഹ്ഫറു ലഹു ഫിൽ അർളി ഫയുജഅലു ഫീഹാ ഫയുജാഉ ബിൽ മിൻശാരി ഫയൂളഉ അലാ റഅസിഹി ഫയുജഅലു നിസ്ഫൈൻ. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തെ, അതിൽപ്പെട്ട ഒരു മനുഷ്യനെ, വിശ്വാസമുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് അയാൾ ഒരു കുഴി കുഴിച്ച് ആ കുഴിയിൽ നിർത്തി അദ്ദേഹത്തെ ഈർച്ചവാൾ കൊണ്ട് 2 കഷ്ണമാക്കി അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം വിശ്വാസി സമൂഹം അതിജയിച്ചിട്ടുണ്ട് ഖബ്ബാബ്. അതുകൊണ്ട് വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ, അവരുടെ ശരീരവും അവരുടെ ശരീരമാസകലം ഛേദിക്കപ്പെടുമ്പോൾ പോലും വിശ്വാസം അവരെ അവിശ്വാസത്തിലേക്ക് പോവാൻ അവരുടെ ഈമാനിൻ്റെ ദാർഢ്യത അവരനുവദിച്ചിരുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ബാബിനോട് പറയുന്നുണ്ട്. ലയുതിമ്മന്ന ഹാദൽ അംറു ഹത്താ യസീറ അർ-റാകിബു മിൻ സൻആ ഇലാ ഹളറമൗത്ത്. സൻആയിൽ നിന്നും ഹളറമൗത്ത് വരെ യാത്ര ചെയ്യുന്ന ഒരു യാത്രികന്, ഒരു സഞ്ചാരിക്ക് അള്ളാഹുവിനെയും തൻ്റെ ആടുകളെ പിടികൂടുന്ന ചെന്നായിയുമല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടേണ്ടതില്ലാത്ത സുന്ദരമായ ഒരു ജീവിത സാഹചര്യം, നിർഭയത്വത്തിൻ്റെ അന്തരീക്ഷം വരുന്നതുവരെ ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല നൽകുന്ന ആ വർത്തമാനമുണ്ട്. പ്രചോദനത്തിൻ്റെ,
ആത്മവീര്യത്തിൻ്റെ, ആത്മസംയമനത്തിൻ്റെ, ക്ഷമയുടെ ഒരു വർത്തമാനം മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ഖലീഫമാരെ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇസ്ലാമിൻ്റെ ഖലീഫമാരിൽ 3 പേരും ഷഹാദത്ത്, രക്തസാക്ഷ്യം വരിച്ചവരാണ്. അപമാനിതരായി ജീവിക്കുന്നതിനേക്കാൾ ധീരമായി ഷഹീദാവുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് ധരിച്ചുവശായ ഇസ്ലാമിൻ്റെ റിജാലുകൾ, ഇസ്ലാമിൻ്റെ പുരുഷന്മാർ. ആ പുരുഷന്മാരെയാണ് യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ നേതാക്കളിലൂടെ, ഹമാസിലെ ഗസയുടെ ആയിരക്കണക്കിന് മനുഷ്യരിലൂടെ മുസ്ലിം ഉമ്മത്ത് സമർപ്പിച്ചിട്ടുള്ളത്. താങ്ങാനാവാത്ത വേദനകൾ പോലും അപ്രതീക്ഷിതമായ ഫലങ്ങളുണ്ടാക്കുമെന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനമാണ്. കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും, നിങ്ങൾക്ക് യുദ്ധം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അത് നിങ്ങൾക്ക് അസ്വസ്ഥതയുള്ളതാണെങ്കിലും. വഅസ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് എന്താണോ അസ്വസ്ഥമായിട്ടുണ്ടത് അത് നിങ്ങൾക്ക് നന്മയായി ഭവിക്കുമെന്നും. വഅസ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും, നിങ്ങളെന്താണോ ഉണ്ടാകണമെന്ന് കൊതിക്കുന്നത് ഒരുപക്ഷെ അത് നിങ്ങൾക്ക് അസ്വസ്ഥതയ്ക്കിടവരുത്തുമെന്നും വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, കാര്യങ്ങളുടെ പര്യവസാനത്തെക്കുറിച്ച് അള്ളാഹുവിനാണ് അറിയുക. വ അൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല. നിങ്ങൾ നോക്കൂ, ബന്ദികളെ വിട്ടയക്കുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് ആ സമൂഹം ഇടപെടുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അവിശ്വാസികളെ കണ്ടാൽ നിങ്ങൾ തലയെറുത്തു കൊള്ളണം എന്ന ഖുർആനിക കൽപ്പനയെ ഹമാസ് എങ്ങനെയാണ് അവർക്ക് മറക്കാൻ കഴിയുന്നത്? അവർക്ക് വല്ലാത്ത വിസ്മൃതിയാണ് സംഭവിച്ചിട്ടുള്ളത്. തങ്ങളുടെ മുമ്പിൽ കൂട്ടക്കശാപ്പിന് നേതൃത്വം നൽകി തങ്ങളുടെ നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ചു കളഞ്ഞപ്പോൾ പോലും തങ്ങളുടെ കീഴിൽ, തങ്ങളുടെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ അവർ പാർപ്പിച്ചിരുന്ന ഇസ്രയേലിൻ്റെ സൈനികരെ കൊന്നുകളയാനുള്ള ആ വൈമനസ്യം, ആ ദയാവായ്പ്, ആ നീതിബോധം, അതിൻ്റെ പേരാണ് ഹമാസ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും ഹമാസിൻ്റെ ബന്ദിമോചനത്തിലൂടെ മുസ്ലിം ഉമ്മത്ത് ലോകത്തിന് പകർന്നു കൊടുക്കുന്ന മാതൃകകൾ എന്താണ്? ഹമാസ് കൂടുതൽ ശക്തിപ്പെട്ടു എന്ന് ഏറ്റവും വലിയ തിരിച്ചറിവ് നൽകുന്നതാണ് ഹമാസിൻ്റെ വെടിനിർത്തലിനോടനുബന്ധിച്ചിട്ടുള്ള അവരുടെ ഇടപെടലുകൾ. ഷഹാദത്ത് വരിച്ച പോരാളികളെക്കാൾ 10 മടങ്ങ് പോരാളികൾ ഹമാസിൻ്റെ കൂടെയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണ്? ഷഹാദത്ത് വരിച്ച നേതൃത്വങ്ങൾക്ക് അതിശക്തമായ പിന്തുടർച്ച ഉണ്ടാവുന്നു എന്നത് അവരുടെ ഹൃദയത്തിൽ അവർ അള്ളാഹുവിൽ അർപ്പിച്ചിരിക്കുന്ന തവക്കുലിൻ്റെ ബോധമാണ് എന്ന വലിയ പാഠമാണ് അവർ നൽകുന്നത്. ഗസയിലേക്ക് അവിടുത്തെ മനുഷ്യർ, ചെറിയ കുഞ്ഞുങ്ങളടക്കം ആഹ്ലാദത്തോടുകൂടി ചിരിച്ചുകൊണ്ട് തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ അവർ ഓടിപ്പോകുന്നത് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വലിയ ആത്മസമർപ്പണത്തിൻ്റെ പോരാട്ട ചരിത്രങ്ങൾ കാഴ്ചവെക്കാൻ ഹമാസിന് കഴിഞ്ഞു എന്ന് പഠിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വെച്ച കുറേ അധികം ഗുണഗണങ്ങളുള്ളവരായിരുന്നു ഈ പോരാളികളെന്ന് നമുക്ക് കാണാൻ കഴിയും. അശ്രദ്ധ ബാധിക്കാത്ത ഒരു സമൂഹം, അനീതിയോട് സന്ധിയാവാത്ത ഉറച്ച നിലപാടുള്ള ഒരു സമൂഹം. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ടല്ലോ, ഫലാ തഹിനു വതദഉ ഇലസ്സിൽമി വഅൻതുമുൽ അലൗൻ വല്ലാഹു മഅക്കും, നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ആളുകളുടെ മുമ്പിൽ നിന്ദ്യരാവരുത്, നിങ്ങളാണ് അതിജയിക്കുന്നത്, നിങ്ങളാണ് അതിജയിക്കുന്നത് എന്ന ആത്മാഭിമാനത്തിൻ്റെ ബോധമൂട്ടപ്പെട്ട ഒരു സമൂഹത്തിന് എങ്ങനെയാണ് പരാജയപ്പെടുവാൻ കഴിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭൗതിക ജീവിതത്തോടുള്ള പ്രമത്തത കൊണ്ട് ജീവിക്കുന്ന നമ്മൾ പലപ്പോഴും ഈ ആത്മസമർപ്പണത്തിൻ്റെ കണികയെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടിയുള്ള ഒരു മാറ്റുകൂടിയാണ് യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ പോരാളികളുടെ അവരുടെ ഒന്നാമത്തെ അസത്യത്തോട്, അനീതിയോട് സന്ധിയാവാത്ത ഉറച്ച നിലപാട്. ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുൻ, ഈ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് അത് തമാശയുടെയും വിനോദത്തിൻ്റെയും ജീവിതമാണ്. വഇൻ തുഅ്മിനു വതത്തഖൂ യുഅ്തികും ഉജൂറകും വലാ യസ്അലുകും അംവാലുകും, അള്ളാഹുവിലുള്ള തികഞ്ഞ പ്രതീക്ഷയും സൂക്ഷ്മതാബോധവും കൈമുതലാക്കി പരലോകത്തെ പ്രതിഫലത്തിന് കാത്തിരിക്കേണ്ടവരാണ് വിശ്വാസികൾ
എന്ന് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ അളവിൽ തീർച്ചയായിട്ടും അവർ വിജയിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തത്, അതിജീവനത്തിന് അള്ളാഹു നിശ്ചയിച്ച എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ ഗസയിലെ പോരാളികൾ. യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം. അതിജീവനത്തിന് അള്ളാഹു നിശ്ചയിച്ച ഗുണഗണങ്ങളെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, മയ്യർതദ്ദ മിൻകും അൻ ദീനി, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന്, നിങ്ങളുടെ ദീനിൽ നിന്ന് മാറുന്നുവെങ്കിൽ അവൻ മാറിക്കൊള്ളട്ടെ. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരും അള്ളാഹു സ്നേഹിക്കുന്നവരുമായ ഒരു ജനവിഭാഗത്തെ നിങ്ങൾക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹു തആല കൊണ്ടുവരും. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹി വലാ യഖാഫൂന ലൗമത ലായിം. അവരുടെ പ്രത്യേകത എന്താണ്? അവർ മൃദുലചിത്തരാണ്, സത്യവിശ്വാസികളോട് അനുകമ്പയുള്ളവരാണ്, എന്നാൽ സത്യനിഷേധികളോട് കാർക്കശ്യം പുലർത്തുന്ന ആളുകളാണ്. യുജാഹിദൂന ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ സമരം ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരാക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്ത മനസ്കരുമാണവർ എന്ന് അതിജീവനത്തിന് തയ്യാറായ മനുഷ്യരുടെ ഗുണത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, വിശ്വാസികളോട് മൃദുലമായി പെരുമാറുന്ന ആളുകൾ, സത്യനിഷേധികളോട് ഇസ്സത്തോടുകൂടി അവരെ അഭിമുഖീകരിക്കുന്ന ആളുകൾ, ഈ ഗുണം നേടിയ ഒരു സമൂഹത്തിനാണ് ഇങ്ങനെ ആത്മാഭിമാനത്തോടുകൂടി വിജയത്തേറിലേറാൻ കഴിയുക എന്നതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഒന്നിനെയും ഭയപ്പെടാത്ത ആളുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹമാസ് എങ്ങനെ അതിജയിച്ചു, അല്ലെങ്കിൽ ഗസയിലെ പോരാളികൾ എങ്ങനെ അവരുടെ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ സന്തോഷത്തോടെ അവർക്ക് വരാൻ കഴിയുന്നു എന്നതിൻ്റെ മാതൃക പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പരിഗണന നൽകുന്ന ഒരു സമൂഹം, നിന്ദ്യമായ ജീവിതത്തെക്കാൾ ധീരമായ മരണത്തെ കൊതിക്കാൻ കഴിയുന്ന ഒരു സമൂഹം. വിശുദ്ധ ഖുർആന്റെ ഒരു ആഹ്വാനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു മാലക്കും ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹി തഖൽതും ഇലൽ അർളി അറളീതും ബിൽ ഹയാത്തിദ് ദുനിയ മിനൽ ആഖിറതി ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. അല്ലയോ വിശ്വാസികളെ, മാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? ഇദാ ഖീല ലക്കും ഉൻഫിറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ പറയുമ്പോൾ ഇസ്സാഖൽതും ഇലൽ അർൾ, നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ അള്ളിപ്പിടിച്ചിരിക്കുകയാണോ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ അറളീതും ബിൽ ഹയാത്തിദ് ദുനിയ, ഭൗതിക ജീവിതം നിങ്ങൾക്ക് ശാശ്വതം നൽകുമെന്ന് കരുതി നിങ്ങളതിൽ സംപ്രീതരാണോ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, പരലോകത്തെ അപേക്ഷിച്ച് ദുനിയാവിൻ്റെ വിഭവങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇല്ലാ തൻഫിറൂ യുഅദ്ദിബുക്കും അദാബൻ അലീമ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ സജ്ജരല്ലെങ്കിൽ, സന്നദ്ധരല്ലെങ്കിൽ, വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വലാ തദുറുഹു ശൈആ, അല്ലാഹു തആല നിങ്ങൾക്ക് മറ്റൊരു സമൂഹത്തെ പകരം നൽകിക്കൊണ്ട് അള്ളാഹുവിനെ സഹായിക്കുന്ന, ദീനിനെ സഹായിക്കുന്ന ഒരു സമൂഹത്തെ അല്ലാഹു തആല നൽകും. നിന്ദ്യമായ ജീവിതത്തെക്കാൾ സുധീരമായ മരണത്തെ ത്യജിച്ച ആളുകൾ എന്ന ഉന്നതമായ ഗുണം ആ വിശ്വാസികൾക്കുണ്ടായിരുന്നു എന്നതാണ് അവരുടെ വിജയത്തിൻ്റെ നിദാനമായി വിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഷഹാദത്ത് ജീവിതത്തിലെ അഭിലാഷമായി കരുതുക. നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, ഷഹാദത്ത് ജീവിതത്തിൻ്റെ അഭിലാഷവും ജീവിതത്തിലെ സ്വപ്നവുമായി ആത്മാർത്ഥമായി കൊതിച്ച ഏതെങ്കിലും ഒരു സന്ദർഭം, പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ ഏതെങ്കിലും സന്ദർഭത്തിൽ ആ നിലയിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ലാഹു ഗായതുന അർ റസൂലു ഖുദ്വതുന അൽ ഖുർആനു ദുസ്തൂറുന അൽ ജിഹാദു സബീലുന അൽ മൗതു ഫീ സബീലില്ലാഹി അസ്മാ അമാനീന. അല്ലാഹുവാണ് ഞങ്ങളുടെ ലക്ഷ്യം,
അർ റസൂലു ഖുദ്വത്തുന, പ്രവാചകനാണ് ഞങ്ങളുടെ മാതൃക. അൽ ഖുർആനു ദസ്തൂറുന, ഖുർആനാണ് ഞങ്ങളുടെ ഭരണഘടന. അൽ ജിഹാദു സബീലുന, സമരമാണ് ഞങ്ങളുടെ മാർഗം. അൽ മൗത്തു ഫീ സബീലില്ലാഹി അസ്മാ അമാനീന, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവാർപ്പണമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൊതി എന്ന് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു സമൂഹം. വിശുദ്ധ ഖുർആൻ അത്തരം ആളുകളെ പടച്ചവനുമായി കച്ചവടം നടത്തിയവരോടാണ് അല്ലാഹു തആല ഉപമിക്കുന്നത്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയുഖ്തലൂന വഅദൻ അലൈഹി ഹഖ്ഖൻ ഫിത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ. അല്ലാഹു തആല അത്തരം ആളുകളുടെ സമ്പത്തിനെ, അവരുടെ ജീവനുകളെ അല്ലാഹു തആല സ്വർഗത്തിന് പകരമായി, അള്ളാഹുവിൻ്റെ വിറ്റ മനുഷ്യർ, സ്വർഗത്തിന് പകരം സമ്പത്തിനെയും ശരീരത്തെയും കച്ചവടം ചെയ്ത മനുഷ്യർ എന്ന് വിശുദ്ധമായ ഖുർആൻ അവരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗസയിലെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ ഷഹീദുകളുടെ ഏറ്റവും ഉയർന്ന ഗുണമെന്തായിരുന്നു? മറ്റെന്തിനേക്കാളും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവാർപ്പണവും മറ്റെന്തിനേക്കാളും അവർക്ക് പ്രിയങ്കരമായിരുന്നു. വിശുദ്ധ ഖുർആൻ അത് നമ്മോട്, നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നിടത്ത് അല്ലാഹു തആല അത് നമ്മോട് ചോദിക്കുന്നുണ്ട്. കുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബ ബന്ധുക്കൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സംഭരിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ധാന്യങ്ങൾ, നിങ്ങളുടെ ധനങ്ങൾ, വതിജാറത്തൻ തഖ്ശൗന കസാദഹ, നഷ്ടം വന്നു പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവട സാമഗ്രികൾ, വമസാകിന തർലൗനഹ, നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ രമ്യഹർമ്മങ്ങൾ, അഹബ്ബു ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിൻ്റെ റസൂലിനേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമാണ് എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ കരുതിയിരിക്കണം എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഗസയിലെ പോരാളുകളുടെ പ്രത്യേകത അള്ളാഹുവും റസൂലും ജിഹാദും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഉള്ളൂ എന്ന് ശാഠ്യം പിടിക്കുന്ന അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ജിഹാദിൻ്റെയും ഈ 3 മാനദണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് അവർക്കൊരു ജീവിതമുണ്ടായിരുന്നില്ല. കൊച്ചുകുട്ടികൾ പോലും ഷഹീദുകളെ അവിടെ വാരിക്കൂട്ടിയിടുന്ന സന്ദർഭത്തിൽ കൊച്ചുകുട്ടികൾ പോലും ഷഹാദത്ത് കളിക്കുന്ന രംഗം അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ്. ഈമാനിനെയും ജിഹാദിനെയും സമന്വയിപ്പിച്ച ഒരു സമൂഹം. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. അല്ലാഹു തആല നമ്മോട് ഒരു കച്ചവടത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലയോ വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു ബിസിനസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് ഏതാണ്? കച്ചവടമെന്നറിയുമോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും. അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടാൻ നിങ്ങൾ സജ്ജരാണ് എങ്കിൽ ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും നല്ല കച്ചവടം ആ ബിസിനസ്സാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏത് സമൂഹത്തോടാണ്, ഏത് സമൂഹമാണ് ഇവിടെ യുദ്ധം ചെയ്തത് എന്നതിൻ്റെ ആ വ്യത്യാസം, ആ അന്തരം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്രയേൽ എന്ന രാജ്യത്തിൻ്റെ ധീരതയെക്കുറിച്ച് ഇസ്രയേലുകൾ തന്നെ പറയുന്നത് 10 കോടി യുദ്ധവിമാനം, അതിൽ തന്നെ $2 ലക്ഷം ബോംബ്. ഈ ധീരരായ ഇസ്രയേൽ സമൂഹം ഇസ്രയേലിൻ്റെ ധീരതയെക്കുറിച്ച് പറയുന്ന ഇസ്രയേലിൽ തന്നെ പറയുന്നത് ആരുടെ തലയിലാണ് അവരിത് കൊണ്ടുപോയി ഇടുന്നതെന്നറിയുമോ? 100 ഗ്രാം റൊട്ടി കൊണ്ട് ഒരു ദിവസം ജീവിക്കാൻ വിധിക്കപ്പെട്ട 6 വയസ്സുകാരൻ്റെ തലയിൽ കൊണ്ടുപോയി ഇടാൻ അവർ കെട്ടിയുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും അവർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ പോലും
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് വിജയിച്ചത്? 60,000 മനുഷ്യരെ കൊന്നൊടുക്കുമ്പോഴും ആരാണ് വിജയിച്ചത് എന്ന വിലയിരുത്തലിൻ്റെ അവസാനം നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഹമാസിൻ്റെ കാല് പിടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ വെടിനിർത്തൽ കരാറിന് വേണ്ടി ഒരുപക്ഷെ പരവേശപ്പെട്ട ഒരു സമൂഹം ഇസ്രയേലാണ് എന്ന് നമുക്ക് കാണാം. മുസ്ലിം ഉമ്മത്തിൻ്റെ ധീരന്മാർ, ഗസയുടെ പോരാളികളുടെ വിജയം, ഖുർആൻ ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ, പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു ഉമ്മത്തിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ നിശ്ചയിച്ചിട്ടുള്ളത്, ആ മാനദണ്ഡങ്ങളൊക്കെയും ഗസയിലെ പോരാളികൾക്ക് ചേരുന്നുണ്ടായിരുന്നു, അവരോട് യോജിച്ചുകൊണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ ആ നിർദ്ദേശങ്ങളൊക്കെ വന്നത് എന്ന് കാണാൻ കഴിയും. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മുസ്ലിം ഉമ്മത്തിന് ഗസയും ഹമാസും തൂഫാനുൽ അഖ്സയും ഒക്കെ ഒരു പാഠമാണ്. ആ പാഠമാണ് യഥാർത്ഥത്തിൽ വിശ്വാസി സമൂഹം അവരുടെ പ്രതിസന്ധികളിൽ പഠിക്കേണ്ടുന്ന പാഠം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ധീരരായ മുസ്ലിം ഉമ്മത്തിന്, വിശ്വാസി സമൂഹത്തിന് ഏതെല്ലാം ഗുണഗണങ്ങൾ ഉണ്ടാവണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ, ആ ഗുണഗണങ്ങളും ആ വിശ്വാസദാർഢ്യതയും ആ അഭിമാനബോധവും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കപ്പെടുന്ന മുഴുവൻ സമൂഹത്തെയും അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകി, വിമോചനം നൽകി അല്ലാഹു തആല അവരെയും സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.